ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പാലക്കാടാണ് വർക്ക്. പാലക്കാട് റെയിൽവേ സ്റ്റേഷനാട്ടോ ഇത്. അപ്പോൾ പല ആൾക്കാരും ചോദിക്കലുണ്ട് സിംഗിൾ അടുപ്പ് ചെയ്യാൻ പറ്റുമോ, സിംഗിൾ അടുപ്പ് ചെയ്യലുണ്ടെന്നൊക്കെ. ശരിക്ക് രണ്ടടുപ്പ് ആണ് വീടുകളിൽ വേണ്ടത്. പിന്നെ സിംഗിൾ അടുപ്പ് അതിനുള്ള സൗകര്യമുള്ളൂ. അത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നവർക്ക് പിന്നെ ഞാൻ അത് ചെയ്ത് കൊടുക്കലുണ്ട്. സിംഗിൾ അടുപ്പും ഉണ്ട് നമ്മളടുത്ത്. അപ്പോൾ പാലക്കാട് റെയിൽവേൻ്റെ മുകളിൽ കൂടെ ഉള്ള ഓവർ ബ്രിഡ്ജാണിത്. ഇവർ വീഡിയോസൊക്കെ പലപ്പോഴും നമ്മളിത് കണ്ടിട്ട് നമുക്ക് പലപ്പോഴും നല്ല സപ്പോർട്ടുള്ള ഒരാൾക്കാരാണ്. അപ്പോൾ അവർ കുറേ മുമ്പ് തന്നെ എന്നോട് പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു അടുപ്പ് ഫിറ്റ് ചെയ്യണം, ക്യാഷൊക്കെ റെഡി ആയിട്ട് വിളിക്കുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതായിരുന്നു. അപ്പോൾ അവരിപ്പോൾ വിളിച്ച് പറഞ്ഞപ്പോൾ അതൊന്ന് പോയി ചെയ്ത് കൊടുക്കാമെന്ന് കരുതി അങ്ങനെ വന്നതാണ്, അടുപ്പായിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ യാക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് വർക്ക് ഉള്ളത്. ഇവിടെ യാക്കര ഈ കനാലിൻ്റെ രണ്ട് സൈഡിൽ കൂടിയും റോഡാണ്, നല്ല ഭംഗിയുള്ളൊരു ഏരിയ ആണ് ഇവിടെ. അപ്പോൾ ഈ യാക്കര UP സ്കൂളിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വീട്. ഇവിടുന്ന് 100 മീറ്റർ ഉള്ളൂ. തൊട്ടടുത്ത് തന്നെയാണ് ചെയ്യാനുള്ളത്. വെസ്റ്റ് യാക്കര UP സ്കൂളാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഈ വീട്ടിലാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇവിടെ ഏട്ടനും ചേച്ചിയും നല്ല കൃഷിക്കാരാണ്. നല്ല ചെടികളൊക്കെ നല്ല ഭംഗിയായിട്ട് ഒരുപാട് ചെടികൾ വളർത്തുന്നുണ്ട്. അപ്പോൾ അതുപോലെ വെറൈറ്റി തൈകളൊക്കെ ഒരുപാട് ഇങ്ങനെ ഉണ്ടാക്കി വിൽക്കുക ചെയ്യുന്നുണ്ട് അവർ. അപ്പം ഇവിടെ ഈ അടുപ്പ് ആദ്യം ഒരു സിംഗിൾ അടുപ്പുണ്ട്, അപ്പോൾ അത് പൊളിച്ച് വെക്കണം. ഇപ്പോൾ പഴയ അടുപ്പ് ആലു അടുപ്പിൻ്റെ സിംഗിൾ അടുപ്പായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ കത്തിപ്പോയൊക്കെ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പൊളിച്ച് മാറ്റിയിട്ട് പുതിയ അടുപ്പ് വെക്കണം എന്ന് പറഞ്ഞപ്പം അത് ചെയ്യാമെന്ന് കരുതി. പല ആൾക്കാരും പഴയ അടുപ്പ് പൊളിച്ച് ഫിറ്റ് ചെയ്യുമ്പം അതിന് മൊത്തം പൊളിച്ച് കളയണമെന്ന് ചോദിക്കും. ആ അടുപ്പ് ഫിറ്റ് ചെയ്യാനുള്ള സ്പേസ് മാത്രമേ നമുക്ക് പൊളിക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ അടുപ്പ് ഫിറ്റ് ചെയ്യാനുള്ള സ്പേസ് പൊളിച്ച് പിന്നെ പൈപ്പിലേക്കുള്ള ഹോൾസ് കുറച്ച് മേലേക്ക് പൊന്തിച്ച് ഹോൾസ് ആക്കിയിട്ടുണ്ട്. കാരണം പഴയ ഹോൾസ് കറക്റ്റ് ആവില്ല നമ്മൾ വെക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ കാസ്റ്റിൻ്റെ ഡ്രമ്മൊക്കെ വെച്ച്, കാസ്റ്റിന് കുറച്ച് കനമുള്ള കാസ്റ്റിനാണ് കേട്ടോ, കാരണം കുറഞ്ഞ കാസ്റ്റിനുണ്ട്. ഞാൻ കുറച്ച് കനം നല്ല കാസ്റ്റിനാണ് വെച്ചിട്ടുള്ളത്. പിന്നെ പുകവണ ഹോൾസും ഒക്കെ സ്റ്റേ ഇട്ട് നല്ല ക്ലിയറാക്കി മെറ്റലൊക്കെ ഇട്ട് ഫില്ല് ചെയ്ത് ഒക്കെ ക്ലിയർ ആക്കിയിട്ടുണ്ട്. മെറ്റലിങ്ങനെ ഇടുന്നതിന് വെച്ചാൽ ചൂട് നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് മെറ്റലിടുന്നത്. മെറ്റൽ കൂടുതൽ സ്പേസിലേക്ക് പോയി കഴിഞ്ഞാൽ ഗ്രാനൈറ്റിനൊക്കെ ചൂടാകും. സാധാരണ നമ്മളിങ്ങനെ റഫായിട്ട് ചെയ്യലാണ്. പുതിയ വീടൊക്കെ ആകുമ്പം ഗ്രാനൈറ്റിൻ്റെ പണിക്കാരാണ് ചെയ്യൽ. അപ്പോൾ ഇവിടെ പിന്നെ ചെറിയൊരു സ്പേസ് അല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ തന്നെ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ടൈലെടുത്ത് തന്നാൽ ഞാൻ ചെയ്ത് കൊടുക്കാമെന്ന് പറയും. പിന്നെ ഇതുമ്പോൾ ഈ വെള്ള കളർ കാണുന്നത് ഒരു സ്റ്റിക്കറാണ്. ആ സ്റ്റിക്കർ പറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്റ്റീൽ തന്നെയാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. ടൈലൊക്കെ സ്വിച്ച് ഓൺ ചെയ്ത് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റിക്കർ പറിച്ച് കളഞ്ഞാൽ നല്ല SS സ്റ്റീലാണ്, 2M സ്റ്റീലാണ്, 304 ആണ് അതിൻ്റെ തിക്നെസ്. നല്ല കനുള്ള സ്റ്റീലായതുകൊണ്ട് തന്നെ കത്തിപ്പോവുക പൊള്ളൊക്കെ അങ്ങനെ തുരുമ്പെടുക്കുന്ന പ്രശ്നം അങ്ങനത്തെ കംപ്ലൈൻ്റ് ഒന്നും ഈ സ്റ്റീലിന് വരില്ല. ഉള്ളിൽ നല്ല കനുള്ള കാസ്റ്റാണ്, ഇതിൻ്റെ മുകളിൽ സ്റ്റീൽ പാക്കിംഗ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കംപ്ലൈൻറ്റും വരില്ല. നല്ല വൃത്തിയായിട്ട് ഒരുപാട് കാലം ഒരു പ്രശ്നവും വരില്ല. പൊട്ടിപ്പൊളി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നല്ല വൃത്തിയായിട്ട് തന്നെ കിടക്കും. അപ്പോൾ അവർക്ക് ഉള്ള കണ്ടിൽ തേച്ച് വൃത്തിയാക്കി റൂട്ടൊക്കെ അടിച്ച് നല്ല ഉഷാറാക്കിയിട്ടുണ്ട്. നല്ല ഫിനിഷിങ് ആയി നല്ല ഭംഗിയാണ് കാണാൻ. അടുപ്പിട്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സിംഗിൾ അടുപ്പാണെങ്കിലും നല്ല ഉഷാറായിട്ട് തന്നെ നല്ല വൃത്തിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ കുടുംബത്തിലോ അയൽവാസികൾക്കോ ആർക്കെങ്കിലും ഇതുപോലെ സിംഗിൾ അടുപ്പ് ഫിറ്റ് ചെയ്യാണ്ടെങ്കിൽ, സിംഗിളാണെങ്കിലും ഡബിളാണെങ്കിലും ഏതടുപ്പാണെങ്കിലും ഫിറ്റ് ചെയ്യാണ്ടെങ്കിൽ എൻ്റെ നമ്പർ കൊടുക്കുക. എൻ്റെ നമ്പർ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിലും. അതുപോലെ ഈ സ്റ്റിക്കറിലൊക്കെ എൻ്റെ നമ്പറുണ്ട്. അപ്പോൾ എല്ലാവരും കുടുംബത്തിലോ അയൽവാസികൾക്കോ ആർക്കെങ്കിലും ചെയ്യാണ്ടെങ്കിൽ എൻ്റെ നമ്പർ കൊടുക്കുക. ഞാൻ കേരളത്തിൽ 14 ജില്ലയിലും ചെയ്യുന്നുണ്ട്. ഇപ്പം നാളെ ഞാൻ ബാംഗ്ലൂരിലേക്ക് പോവുകയാണ്, അവിടെ ഒരു വർക്ക് ഉണ്ട്. അതുപോലെ എനിക്ക് ഭോപ്പാലിൽ വർക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ലക്ഷദ്വീപിലും വിളിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ 4 വർക്കെങ്കിലും ഇല്ലാതെ ഒരുമിച്ച് ചെല്ലാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് വർക്ക് ലോങ് വർക്കൊക്കെ ഉണ്ടെങ്കിൽ എവിടെയാണെങ്കിലും വിളിച്ചാൽ ഞാൻ വന്ന് ചെയ്തു തരുന്നതാണ്.